കൂട്ടുകാരെ, ഇച്ചായന്റെ ചിക്കോസ് എന്ന യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഈവനിങ് സ്നാക്കാണ്. പഞ്ചാബി സമൂസയുടെ ഒക്കെ ഒരു ടേസ്റ്റ് കിട്ടുന്ന ഒരു സ്നാക്ക്. അപ്പൊ അതിന് വേണ്ട ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാ നമുക്ക് നോക്കിയാലോ. ആദ്യമേ തന്നെ നമുക്ക് മൈദ 2 കപ്പാണ് ഇതിലേക്ക് എടുക്കുന്നത്. ഇനി നമുക്ക് ഇതിലേക്ക് 1 കപ്പ് കോൺഫ്ലവർ പൊടി ഇടാം. അതിനുശേഷം 1 ടീസ്പൂൺ സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുക്കാം. പിന്നെ സ്വല്പം ഉപ്പും നമ്മൾ ഇതിലേക്ക് ആഡ് ചെയ്യുന്നുണ്ട്. അതിനുശേഷം കുറച്ച് വെള്ളം കൂടി ഒഴിച്ച് നന്നായിട്ട് കുഴയ്ക്കാം. അത് കഴിഞ്ഞ് അതിന് മുകളിൽ സ്വല്പം സൺഫ്ലവർ ഓയിൽ ഒഴിച്ച് ഒന്ന് മയപ്പെടുത്തി എടുക്കുക. ഇതേപോലെ ഉരുട്ടി ഉണ്ടയാക്കുക. നമ്മൾ ചപ്പാത്തിക്കൊക്കെ കുഴക്കണ പോലെ തന്നെ. അപ്പൊ നമ്മൾ ഇത് സെറ്റായി കഴിഞ്ഞു മാറ്റി വെക്കാം. അരമണിക്കൂർ സമയത്തേക്കാണ് നമ്മളിത് മൂടി വെച്ച് മാറ്റി വെക്കുന്നത്. ഈ സമയം കൊണ്ട് നമുക്ക് 1 ക്യാരറ്റും 1 ഉരുളക്കിഴങ്ങും നമുക്ക് സ്ലൈസ് ചെയ്തെടുക്കാം. ഇനി 1 സബോള നമ്മൾ ചെറുതാക്കി അരിഞ്ഞതുണ്ട്. പിന്നെ 1 പച്ചമുളകാണ് ചെറുതാക്കി അരിഞ്ഞിട്ടുള്ളത്. ഇതിലേക്ക് നമ്മൾ നോൺ സ്റ്റിക്ക് വെക്കാണ് സ്റ്റവിലേക്ക്. അതിലേക്ക് സ്വല്പം വെളിച്ചെണ്ണ ഒഴിച്ചു. ഇതിലേക്ക് 1 സബോള ചെറുതാക്കി അരിഞ്ഞത് അതിലേക്ക് ഇട്ട് കഴിഞ്ഞു. നന്നായിട്ട് വാട്ടിയതിനു ശേഷം 1 പച്ചമുളക് ചെറുതാക്കി അരിഞ്ഞത് അതിലേക്ക് ഇട്ടിട്ടുണ്ട്. അത് കഴിഞ്ഞ് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. ഇനി ഇതിലേക്ക് നമുക്ക് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് 1 സ്പൂണ് നമ്മൾ ഇതിലേക്ക് ഇട്ട് കൊടുക്കാണ്. ഇനി നമുക്ക് ക്യാരറ്റ് സ്ലൈസ് ചെയ്തതും ഉരുളക്കിഴങ്ങ് സ്ലൈസ് ചെയ്തതും നമ്മൾ ഇതിലേക്ക് ഇട്ട് കൊടുക്കാണ്. നമ്മൾ പഞ്ചാബി സമൂസ എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ ഉരുളക്കിഴങ്ങ് ഉള്ളതാണ് അതിന്റെ മെയിൻ ആയിട്ടുള്ള ഒരു കിങ് എന്ന് പറയാം. ഇനി ഇതിലേക്ക് 1 സ്പൂണ് 1/2 സ്പൂണോളം മുളക് പൊടി, 1/2 സ്പൂണ് മല്ലിപ്പൊടി, പിന്നെ നല്ല ജീരകം 1/2 സ്പൂണ്, പിന്നെ കുരുമുളക് പൊടി 1/2 സ്പൂണ്, പിന്നെ ഗരം മസാല പൊടി 1/2 സ്പൂണ്. ഇതെല്ലാം കൂടി ഇട്ടിട്ട് നന്നായിട്ട് അങ്ങോട്ട് ഇളക്കി കൊടുക്കണം. ഇനി നമുക്ക് 3 ടേബിൾ സ്പൂണോളം വെള്ളം ഒഴിച്ചു കൊടുക്കുക. അതിനുശേഷം സ്വല്പം ഉപ്പിട്ടിട്ട് 1/2 സ്പൂണ് പഞ്ചസാരയും കൂടി നമ്മൾ ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. ഒന്ന് ബാലൻസ് ചെയ്ത് കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഇനി നമുക്ക് ഇത് ഉണ്ടാക്കി തുടങ്ങാം. അതിനായിട്ട് നമ്മൾ ഓരോന്നും ഇങ്ങനെ ഉരുട്ടി എടുക്കുകയാണ്. അതിന് നമുക്ക് ഈ ചപ്പാത്തിയൊക്കെ പരത്തണ പോലെ നമുക്ക് പരത്തി എടുക്കാം. അതിനായിട്ട് ഞാൻ മൈദയുടെ പൊടി ഒന്ന് ഇട്ട് കൊടുത്തിട്ടുണ്ട് പരത്താനായിട്ട്. അത് കഴിഞ്ഞിട്ട് നമുക്ക് ഇതിന്റെ മുകളില് സൺഫ്ലവർ ഓയിൽ കൊണ്ട് ഇങ്ങനെ ഒന്ന് പുരട്ടി കൊടുക്കണം. അതിനുശേഷം ഇങ്ങനെ മുറിച്ചെടുക്കാം. നമ്മള് ചതുരക്കട്ടയായിട്ടാണ് മുറിച്ചെടുക്കുന്നത്. അതായത് സമൂസയുടെ ഷേപ്പ് കിട്ടാൻ വേണ്ടിയിട്ടാണ്. അങ്ങനെ നമ്മളിങ്ങനെ മുറിച്ചെടുത്തിട്ട് നമ്മൾ അതിന്റെ മസാല അതിൻ്റെ ഉള്ളിലേക്ക് വെച്ചിട്ട് നമ്മൾ സമൂസയുടെ ഷേപ്പാക്കി എടുക്കുകയാണ്. ഇതിന്റെ ടേസ്റ്റ് എന്ന് പറയണത് പഞ്ചാബി സമൂസയുടെ ടേസ്റ്റ് ആണ് വരുന്നത്. ഇനി നമുക്കിത് ഒന്ന് മൊരിച്ചെടുക്കാം. അതിനായിട്ട് നമ്മൾ വെളിച്ചെണ്ണ ചൂടാക്കി എടുത്തു. അതിനുശേഷം ഓരോന്നും നമ്മളിങ്ങനെ ഇട്ട് കൊടുക്കുകയാണ്. എണ്ണ ചൂടായ ശേഷം മാത്രം ഇട്ട് കൊടുക്കുക, അല്ലെങ്കിൽ എണ്ണ കുടിക്കുക. അതുകൊണ്ടാണ്. ഇതുപോലെ ഞാൻ 4 എണ്ണം ഇട്ട് കൊടുത്തു. ഇപ്പൊ നമ്മുടെ സ്നാക്ക് റെഡി ആയി കഴിഞ്ഞു. പഞ്ചാബി സമൂസ സ്നാക്ക് റെഡി ആയി കഴിഞ്ഞു. അപ്പൊ നിങ്ങൾ വീഡിയോയിൽ ട്രൈ ചെയ്യണം. ഈ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ, ഞങ്ങളെ സപ്പോർട്ട് ചെയ്യാൻ, ഷെയർ ചെയ്യാനും മറക്കരുത്. ബൈ.